വെൽക്കം ബാക്ക് ടു ഡെസി സിസ്റ്റേഴ്സ്. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയിലാണ്, നമ്മളൊരു ക്രാഫ്റ്റ് വീഡിയോയിലാണ്. അത് ഒരു സിനമൺ റോൾ ക്രാഫ്റ്റാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ ക്രാഫ്റ്റ്. അപ്പോൾ ഗൈസ്, ക്രാഫ്റ്റ് ഒരു സിനമൺ റോൾ, ഇത് പറയാം സിനമൺ റോൾ ഒരു മിററാണ്. പിന്നെ നമുക്ക് കാർഡ്ബോർഡ് വേണം, ഗ്ലൂ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ, അങ്ങനത്തെ ഗ്ലൂ, ഒരു മിറർ വേണം. ഈ മിറർ നമുക്ക് കോമ്പാക്ട് പൗഡറിൻ്റെ അകത്ത് നിന്ന് കിട്ടും ഈ മിറർ. കത്രിക, അപ്പോൾ ഞാൻ ഗ്ലൂ പറഞ്ഞിരുന്നു, പിന്നെ ഒരു പെൻസിലും. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ആദ്യം നമ്മൾ മിററിൻ്റെ സൈസാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ മിററിൻ്റെ സൈസ് ഇത്രേ ഉള്ളൂ, റൗണ്ട് ഏത് ഷേപ്പ്. അപ്പോൾ നമുക്ക് റൗണ്ട് ആദ്യം, എൻ്റെ ആ മിറർ റൗണ്ട് ആയതുകൊണ്ട് മിറർ റൗണ്ട് വേണ്ട. ഇനി നമ്മൾ സിനമൺ റോൾ ഇയേഴ്സാണ്. ബിഫോർ ഇയേഴ്സ് നമ്മളൊരു ഈ മിററിനെക്കാട്ടും 1 ഇഞ്ച് 2 ഇഞ്ച് വലിയതായിട്ട് ഒരു സർക്കിൾ ഉണ്ടാക്കണം. ഞാനത് ഫ്രീ ഹാൻഡ് ചെയ്യാൻ പോവുക. ചിലപ്പോഴായിരിക്കും ഗൈസ്, എനിക്കറിയില്ല. മൈ ഗോഡ് ഗൈസ്, വെരി ഡിഫിക്കൾട്ട്. വേഗം ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഇയേഴ്സ് കൊടുക്കാം. ഞാനിത് കാണിച്ചു തരാം, ഇത് ഞാനിന്ന് വരച്ചിട്ട് കാണിച്ചു തരാം. ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇങ്ങനെ ഇനി നമ്മളൊരു ഒരു ഹാൻഡിൽ കൊടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇങ്ങനെ ഒരു ഹാൻഡിൽ കൊടുക്കണം. ഇതൊക്കെ വെട്ടിയിട്ട് ഞാൻ വരാം. സോ ലെറ്റ്സ് കട്ട് ഇറ്റ്, ലെറ്റ്സ് ഗോ. ഒരു കാര്യം പറയാനുണ്ട്, മിറർ എവിടെ നിന്ന് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ചില കടയിൽ കിട്ടുമായിരിക്കും, ക്രാഫ്റ്റ് സ്റ്റോറിൽ കിട്ടുമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ ഈ കോമ്പാക്ട് പൗഡർ തീർന്ന അതിൻ്റെ മിറർ നമുക്ക് എടുക്കാം. അപ്പം ആ മിററാണ് ഞാൻ യൂസ് ചെയ്യുന്ന. കോമ്പാക്ട് പൗഡർ തീർന്നതുകൊണ്ട്, തീർന്നതല്ല, എൻ്റെ അമ്മ പറിച്ചെടുത്തതാണ്. എനിക്ക് തീർന്നിട്ടുള്ള അമ്മ പറിച്ചെടുത്ത് തന്നതാണ്. അപ്പോൾ ഈ മിറർ അതാണ്. സോ വെട്ടിയിട്ട് വരാം. പിന്നെ ഗൈസ്, വേറെ കാര്യം പറയണ, ആദ്യം നമ്മൾ കാർഡ്ബോർഡ് ഇത് വെട്ടണം. അത് കഴിഞ്ഞിട്ട് ഒരു A4 ഷീറ്റിലെ സെയിം പാറ്റേണിൽ തന്നെ വെട്ടണം. പിന്നെ വെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഗ്ലൂ ഇട്ട് വരാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഈ ഇതിൻ്റെ സൈഡിലെല്ലാം നമുക്ക് ഇച്ചിരി ലൈറ്റ് ബ്ലൂ, ഒരു ഡാർക്ക് ബ്ലൂ യൂസ് ചെയ്തിട്ട് കളർ ചെയ്യും. പിന്നെ നമ്മളൊരു ഇഞ്ച് ഒരു സർക്കിളും കൂടി എഴുതിയില്ലേ, അതിൻ്റെ അവിടെ ബ്ലൂ കളർ അടിക്കണം. അതിൻ്റെ അകത്തും ഈ ഇയേഴ്സിലും മുഴുവൻ അടിക്കില്ല, ജസ്റ്റ് ലൈക്ക് ഇൻ ദ സൈഡ്സ്. ഓക്കെ, കളർ ഇട്ട് വരാം. പിന്നെ കാര്യം ഞാൻ പറയാൻ പോകുന്നത് ഒരു കാര്യം, സ്കെച്ചാണ് യൂസ് ചെയ്യുന്നത്, ബെറ്റർ കളർ പെൻസിൽസ് ഓക്കെ തന്നെ. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന സ്കെച്ച് ആയതുകൊണ്ടാണ്. Let's color on like this. Oh my god, my table destroy. പുതിയ ക്ലോത്ത് ആയതുകൊണ്ട് എനിക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ വയ്യ. ബൈ ദ വേ, ഇത് എൻ്റെ ഐഡിയ തന്നെയാണ്, വേറെ ആരും ഇങ്ങനെ ചെയ്തിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഞാൻ പിൻട്രസ്റ്റ് നോക്കിയപ്പോൾ അവരിങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. ഇവർ മറ്റേ ആക്ച്വലി ബോട്ട് ചെയ്തതാണ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഒരു ഐഡിയ ആണ്. ക്രിയേറ്റേഴ്സിന് ഇത് വേണമെങ്കിൽ എടുത്ത് ചെയ്തോ, എനിക്കൊരു പ്രശ്നമില്ല. ചില ക്രാഫ്റ്റ് സ്റ്റോറിൽ നമുക്കിത് കിട്ടും, മിറർ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ചില ആൾക്കാർ ചോദിക്കും മിറർ എവിടെ നിന്ന് കിട്ടും. പിന്നെ ആമസോൺ അങ്ങനത്തെ ചില സ്ഥലത്തും കിട്ടുമായിരിക്കും എനിക്ക് തോന്നുന്നു. I think there would be 100% because some other like stores like sisters, നിങ്ങൾക്ക് ഒരു ക്രാഫ്റ്റ്, എൻ്റെ ഒരു ഫേവറേറ്റ് ക്രാഫ്റ്റ് പീപ്പിളാണ്, യൂട്യൂബറാണ്. അവർ
ഇങ്ങനത്തെ മിററല്ല, വലിയ മിററല്ല, കുഞ്ഞു മിററുണ്ട്. മറ്റേ ഈ ഇങ്ങനത്തെ ഒരു ആർട്ടില്ലേ, എനിക്ക് അതിൻ്റെ പേര് ഓർമ്മയില്ല, ഒരു ആർട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ മിറേഴ്സ് വെച്ച് നമ്മൾ ഒട്ടിച്ച് ചെയ്യണം. അപ്പം അതിന് വേണ്ടി അവരൊരു ഒരു 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 ചില മിറേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ അത് കുഞ്ഞിതാട്ട്. എനിക്ക് തോന്നുന്നു ഈ വലിയ മിറർ അതിൻ്റെ കൂടെ ആമസോണിൽ കിട്ടും. ബിക്കോസ് അങ്ങനെ കിട്ടുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ നേരം മിണ്ടിക്കൊണ്ടിരിക്കുന്ന നേരത്ത് എൻ്റെ ഈ ഒരു കളറിങ് തീർന്നു. ഇനി നമുക്ക് ഈ ഒരു മിറർ സെൻറ്ററിലോട്ട് ഒന്ന് ഒട്ടിച്ച് വയ്ക്കാം. പിന്നെ നമ്മളുടെ മിറർ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ സൈഡ്സിൽ നമുക്ക് കാണാൻ പറ്റും ഏതെല്ലാം സൈഡ് ഇങ്ങനെ കളർ ചെയ്യാൻ എക്സ്ട്രാ ഉണ്ടത്. അതും കളർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മിറർ ഇച്ചിരി ഒരു ഇഞ്ച് ഇനി നമുക്ക് ഞാൻ ഒട്ടിച്ച് വയ്ക്കാൻ പോവാം. ഞാൻ ഈ ഒരു ഗ്ലൂ ആണ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ നോക്കട്ടെ. സോ ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഹാൻഡിലിൻ്റെ ഡൗൺ ഇവിടെ ഒരു ഹാൻഡിലില്ല നമ്മൾ പിടിക്കുന്നത്, അവിടെ സിനമൺ റോൾ എഴുതി വെക്കണം. ഓക്കെ, ആൻഡ് പിന്നെ മിറർ ഒന്ന് ക്ലീൻ ചെയ്തോ, സ്മഡ്ജസ് എന്തെങ്കിലും വന്നാൽ. ഓക്കെ, സോ സിനമൺ റോൾ എഴുതിയിട്ട് വരാം. ഞാൻ സിനമൺ റോൾ എന്ന് എഴുതി, പിന്നെ ഒരു ഫിഗ് അതിൻ്റെ തല ഒന്ന് കുഞ്ഞായിട്ട് വരച്ചിട്ടുണ്ട്. ഈ സ്പഞ്ചസ് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഗൈസ്, ഫൈനൽ റിവ്യൂ ഇപ്പോൾ കാണിക്കാം. ഇതല്ല, ഇതിൻ്റെ ബ്രൈറ്റ്നെസ് എന്ന് പറയും. ഇതാണ് ഫൈനൽ റിവ്യൂ. ഇതാണ് രസമുണ്ട് ഗൈസ്. ഹായ്, നല്ല രസമുണ്ട് ഗൈസ്. ഇപ്പം എൻ്റെ സിനമൺ റോൾ റൂമാണ്. വലിയ അതൊന്നും വേണ്ടിയില്ല, വേറെ എല്ലാം സിനമൺ റോളാണ്. അപ്പോൾ അതിലൂടെ മാച്ച് ചെയ്യുന്ന ഒരു മിറർ എനിക്ക് കിട്ടി ഗൈസ്. അപ്പോൾ ടാറ്റാ ബൈ.